ഗ്രീൻ ഫാലക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരൂരാണ്. ഇതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 10 കിലോ വാട്ടിൻ്റെ പ്രൊജക്റ്റാണ്. ഇത് നമ്മുടെ MD സ്റ്റോഴ്സ്, നമ്മുടെ സ്വന്തം ഡെന്നിയാറിൻ്റെ കടയാണിത്. തിരൂർ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സ്റ്റോറാണിത്. ഒരു സൂപ്പർ മാർക്കറ്റാണ്, തിരൂരത്തെ മെയിൻ സൂപ്പർ മാർക്കറ്റാണ് വരുന്നത് ഇത്. ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് 10 കിലോ വാട്ടിൻ്റെ പ്രൊജക്റ്റാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാനൽ ലൂം സോളാറിൻ്റെ 590 വാട്ട് ടോപ്പ് കോൺ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ നമുക്കൊരു 18 പാനലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻവെർട്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രോ വാട്ടിൻ്റെ 10 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കൺജസ്റ്റഡാണ് ഈ സ്ഥലം വരുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിൽ നമുക്ക് ഇവിടെ കാണാൻ നമുക്കൊരു 7 പാനലും, സെക്കൻഡ് റോയിൽ 7 പാനലും, തേർഡ് റോയിൽ 4 പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോളോ 16 ഗേജിൻ്റെ പൈപ്പ് ഇട്ടിട്ടാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് സ്റ്റെപ്പായിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ കറണ്ട് ബില്ല് ആൾക്ക് വരുന്നുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു 16,000-17,000 രൂപയായിരുന്നു വരുന്നത് കറണ്ട് ബില്ല് വരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ആൾക്ക് മിനിമം ബില്ലിലേക്ക് വന്ന് നിൽക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സിന് മുകളിലായി. ഇപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് സ്വന്തം ഡെന്നിയാട്ടിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഇതാണ് സ്വന്തം ഡെന്നിയാട്ട് MD സ്റ്റോഴ്സിൻ്റെ. അപ്പോൾ നമ്മളിവിടെ സോളാർ വെക്കാൻ വേണ്ടി സമീപിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ സോളാർ വെച്ചപ്പോൾ എങ്ങനെയായിരുന്നു? മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു? വേണ്ടാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഈ പരിപാടി എനിക്കൊരു 10-25,000 രൂപ മാസം വന്നിരുന്നു, കടയിൽ ബില്ല് വന്നിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ ഇത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന ആലോചിച്ച് നിൽക്കായിരുന്നു. അപ്പോഴാണ് ജിജു വന്നത്. ജിജു പറഞ്ഞപ്പോൾ അത് വെച്ചാൽ 10 യൂണിറ്റ് വെച്ചാൽ നമുക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാവുന്ന വെച്ച് നോക്കി. ഇപ്പം മിനിമം മാത്രമേ അടയ്ക്കണുള്ളൂ, ബാക്കി ഉണ്ടാവുന്നതാണ് പറയണ്ടത്. നോക്കിയില്ല, എന്തായാലും ബാക്കി ഉണ്ടാവും വിചാരിക്കുന്നു. ഇപ്പം 2,000 മാത്രമേ അടയ്ക്കണുള്ളൂ. ഈ 25,000 ഉള്ളത് 2,000 ഇപ്പം നമുക്ക് ആവറേജ് പ്രൊഡക്ഷൻ വരുന്നത് നമുക്കൊരു 1,400 യൂണിറ്റ്സോളം നമുക്ക് പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഇവിടെ പെർ മന്ത്. പെർ മന്ത് ആകുമ്പോൾ എത്ര യൂണിറ്റ്? 1,400 യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. 30 ഉണ്ടാവും എന്തായാലും. ഒരു സോളാർ വെച്ചതുകൊണ്ട് നഷ്ടമൊന്നും പറയാനില്ല. കാരണം നമുക്ക് ഇനി ഇവിടെ നിന്നാണ് പ്രത്യേകിച്ചും ഇനി കറണ്ട് എന്തായാലും പ്രശ്നങ്ങൾ വരും. അതിന് മുമ്പ് നമുക്കിത് മുൻകൂട്ടി ചെയ്ത് നന്നായുള്ളൂ. നമ്മൾ വെച്ചതുകൊണ്ട് ഗുണം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് എല്ലാവരും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. നമ്മൾ വെച്ചതുകൊണ്ട് വേറെ ആൾക്കാരോട് കടയിലേക്ക് വരുന്ന ആൾക്കാരോടും പറയുന്നുണ്ട് വെക്കാൻ പറയുന്നുണ്ട്. അത് വെച്ചാലും ഗുണമുണ്ട്. ഒരു 4,000 ബില്ല് അടയ്ക്കുന്നവരെല്ലാവരോടും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, സോളാർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അതിനുള്ള ഗുണമുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് അടുത്താണ്ട് പറയാം. ആൾക്കാർക്ക് ആയിക്കോട്ടെ, ഒരു വർഷത്തുകൊണ്ട് നമുക്ക് ഇത് എന്തായാലും മാറ്റം കിട്ടും. നമ്മുടെ കാശ് മുടക്കണേന്റെ കാശുണ്ട്. സർവീസ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ നല്ല സർവീസ് ആയിരുന്നു. ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോ സർവീസ് ആയിരുന്നു നല്ലതായതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ റെഫറൻസ് ആയാലും ആൾക്കാരോട് നല്ല രീതിയിൽ പറഞ്ഞു.